ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 70-ാമത്തെ പാഠമാണ് പഠിക്കുക. 68-ാമത്തെ ക്ലാസ് 399 മുതൽ 406 വരെയുള്ള പേജുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഭാഗം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിൻ്റെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിൻ്റെ മക്കളായ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും കൂടെ ഉണ്ടാകണമേ. ഈശോയെ പ്രത്യേകിച്ച് വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ ഇതിനിപ്പം നീ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങളിൽ എപ്പോഴും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധമ്മേ മാതാവേ, മാർ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. 70-ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സുവർണമായ നിമിഷങ്ങളൊന്നായ മാർ യോസേപ്പ് കരിയാച്ചിയുടെ മിത്രാഭിഷേകത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ പാഠം. പാറേമാക്കൽ തോമ കത്തനാറിയ ഭാഗം അതീവ ഹൃദ്യവും ചരിത്രപരവുമായ കൃത്യതയോടെയാണ് വിവരിക്കുന്നത്. ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പതിവ് പോലെ 5 ആശയങ്ങളായിട്ടാണ് അതിനെ ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം ദൈവനിയോഗവും സംബന്ധു ആശ്രമത്തിൻ്റെ സഹകരണവും. കരിയാറ്റി മൽപ്പാൻ്റെയും പാറേമാക്കൽ അച്ഛൻ്റെയും അറിവില്ലായ്മയെയും പരിചയക്കുറവിനെയും മുതലെടുത്ത് അവരെ പരാജയപ്പെടുത്താം എന്നതായിരുന്നു കയത്താനോസ് പാതിരിയുടെയും സംഘത്തിൻ്റെയും കണക്കുകൂട്ടൽ. എന്നാൽ ലിസ്ബണിലെ സംബന്ധു ആശ്രമത്തിലെ സന്യാസികൾ കരിയാറ്റി മൽപ്പാന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. തങ്ങളുടെ പള്ളിയിൽ വെച്ച് തന്നെ അതീവ പ്രൗഢിയോടെ അഭിഷേക കർമ്മം നടത്തണമെന്ന് അവർ നിശ്ചയിച്ചു. തോമാ പാതിരി എന്ന ആശ്രമവാസി ഇതിനായി മുൻകൈ എടുക്കുകയും പാത്രിയാക്കൽ ദേവാലയത്തിലെ വിദഗ്ധരെ വരുത്തി വസ്ത്രങ്ങളും മറ്റു അലങ്കാരങ്ങളും തയ്യാറാക്കുകയും ചെയ്തു. രണ്ടാമത്തെ ആശയം മെത്രാഭിഷേകം ചരിത്രപരമായ നിമിഷം. ഗോവാക്കാരനായ എതിരാളികളുടെ വായടിപ്പിക്കാൻ തന്ത്രപരമായൊരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഗോവയുടെ മുൻ മെത്രാപോലിത്തയായിരുന്ന ദോം ഫ്രാൻസിസ്കോസ് ദെ അബസൂദയെ തന്നെ പ്രധാന കാർമ്മികനായി നിശ്ചയിച്ചു. മയ്യ, മക്ക എന്നീ ദേശങ്ങളിലെ മെത്രാന്മാർ സഹകാർമ്മികരായി. 1783 ഫെബ്രുവരി 17 കുംഭമാസം 17-ാം തീയതി പേത്തൊടുത്ത ഞായറാഴ്ചയുടെ തലേ ഞായറാഴ്ച ലിസ്ബണിലെ സംബന്ധു ആശ്രമ ദേവാലയത്തിൽ വെച്ച് മാർ യോസേപ്പ് കരിയാറ്റി കൊടുങ്ങല്ലൂർ മെത്രാപ്പോലിത്തയായി അഭിഷിക്തനായി. പള്ളിക്കാരൻ പാറേമാക്കൽ ഈ നിമിഷത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ കാരണവന്മാർ കാണാൻ ആഗ്രഹിച്ചത് നമ്മുടെ കണ്ണുകൾ കണ്ടു എന്നാണ്. മൂന്നാമത്തെ ആശയം കയത്താനോസ് പാതിരിയുടെ പരാജയവും എതിർപ്പുകളും. അഭിഷേക ചടങ്ങിൽ കയത്താനോസ് പാതിരിയും സംഘവും പങ്കെടുത്തെങ്കിലും അവർക്കവിടെ വലിയ പ്രസക്തി ലഭിച്ചില്ല. കയത്താനോസിൻ്റെ മകൻ യോസേപ്പ് പാതിരി ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി വന്നെങ്കിലും ആശ്രമ അധികൃതർ അത് തടഞ്ഞു. മെത്രാനാകുന്നതിന് മുമ്പ് യോസേപ്പ് പാതിരിയുമായി ഒരു മുറിയിൽ താമസിച്ചിരുന്ന കരിയാറ്റി മൽപ്പാൻ അയാളുടെ ധിക്കാരപരമായ പെരുമാറ്റം മൂലം ഒരുപാട് സഹിച്ചിരുന്നു. അഭിഷേകത്തിന് ശേഷം കരിയാറ്റി പിതാവ് അന്തസ്സുള്ള മറ്റൊരു മുറിയിലേക്ക് താമസം മാറുകയും ചെയ്തു. ഇത് വ്യക്തിപരമായ വിജയത്തേക്കാൾ സഭയുടെ ഔന്നത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. നാലാമത്തെ ആശയം പാലിയം ധരിക്കലും പ്രഭുവിൻ്റെ ഉറപ്പും. റോമൻ സഭയിലെ ആചാരപ്രകാരം മെത്രാപ്പോലീത്ത പദവിയുടെ പൂർണ്ണതായ പാലിയം 1783 മാർച്ച് 17 കരിയാറ്റി പിതാവ് അണിയുന്നു. മെത്രാപ്പോലീത്തയുടെ ഒരു പൂർണ്ണത ഉണ്ടാവണമെന്നതിൻ്റെ അടയാളമാണ് പാലിയം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അത് 1783 മാർച്ച് 17 കരിയാറ്റി പിതാവിന് നൽകുന്നു. സാൽവത്തോറയിൽ നിന്നും തിരിച്ചെത്തിയ പ്രഭുവിൻ്റെ പിതാവിൻ്റെ കൈമുത്തി ആദരിക്കുകയും കഴുത്തിലെ കുരിശ് ഉയർത്തിപ്പിടിച്ച് ഇനി ആർക്കും ഈ സ്ഥാനം നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. മലങ്കര സഭയ്ക്ക് സ്വന്തമായി മെത്രാന്മാരുണ്ടാകണമെന്നും പിൻഗാമിയെ രഹസ്യമായി നിശ്ചയിക്കണമെന്നും അദ്ദേഹം പിതാവിനോട് ഉപദേശിച്ചത് മലങ്കരയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ദീർഘവീക്ഷണമായിരുന്നു. അഞ്ചാമത്തെ ആശയം അപേക്ഷകളും യാത്രാ തടസ്സങ്ങളും. പിതാവ് പോർച്ചുഗീസ് രാജ്ഞിക്ക് 4 പ്രധാന അപേക്ഷകൾ സമർപ്പിച്ചു. 1. നിർത്തിവെച്ച മാസപ്പടി പുനഃസ്ഥാപിക്കുക. 2. മാർത്തോമ മെത്രാനെ സഭയിൽ സ്വീകരിക്കുക. 3. മലങ്കരയിൽ സെമിനാരി സ്ഥാപിക്കുക.
4. പുസ്തകങ്ങൾ വാങ്ങാനും യാത്രയ്ക്കും സഹായം നൽകുക. എന്നാൽ പ്രഭുവിനോടുള്ള കരിയാറ്റ് പിതാവിൻ്റെ അടുപ്പം കണ്ട് അസൂയ പൂണ്ട ഇന്ത്യൻ കാര്യവിചാരക്കാരൻ മർത്തീഞ്ഞു ദേമെൽ ഇവരുടെ യാത്ര ബോധപൂർവം 2.5 വർഷത്തോളം വൈകിപ്പിച്ചു. ഈ കാത്തിരിപ്പിനിടയിലും മലങ്കരയിലെ വിവരങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരൻ ചാണ്ടിക്കത്തനാരിലൂടെ അവർ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കരിയാറ്റ് മെൽപ്പാൻ്റെ മെത്രാഭിഷേകം നടന്ന ദേവാലയം ഏതാണ്? ലിസ്ബണിലെ സംബന്ധു ആശ്രമ ദേവാലയം. മെത്രാഭിഷേക ചടങ്ങിലെ പ്രധാന കാർമ്മികൻ ആരായിരുന്നു? ഗോവയുടെ മുൻ മെത്രാപ്പോലീത്ത ദോം ഫ്രാൻസിസ്കോസ് ദെ അബസൂദ. കരിയാറ്റ് പിതാവ് മെത്രാപ്പോലീത്തയായി അഭിഷിക്തനായത് എന്നാണ്? 1783 ഫെബ്രുവരി 17. യോഗ്യത്തിൽ ഭാഗ്യം പരീക്ഷിക്കേണ്ട എന്നതുകൊണ്ട് പാറേമാക്കൽ അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ത്? സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ തന്നെ താമസം കൂടാതെ അഭിഷേകം നടത്തുക. കരിയാറ്റ് പിതാവിനോട് മോശമായി പെരുമാറിയിരുന്ന കയത്താനോസിൻ്റെ മകൻ ആരാണ്? യൗസേപ്പ് പാതുരി. മെത്രാഭിഷേക സമയത്ത് സഹകാർമ്മികരായിരുന്ന മെത്രാമാർ ഏത് ദേശത്ത് ഉള്ളവരായിരുന്നു? മയ്യ, മക്ക എന്നീ ദേശങ്ങളിലെ മെത്രാന്മാർ. അഭിഷേകത്തിന് ശേഷം കരിയാറ്റ് പിതാവ് പാലിയം ധരിച്ച തീയതി എന്ന്? 1783 മാർച്ച് 17. ഇനിയൊരു ഭയവും വേണ്ട, ഈ കുരിശ് കഴുത്തിൽ നിന്നും നീക്കുവാൻ ആരായാലും സാധിക്കില്ല എന്ന് പറഞ്ഞത് ആര്? ഉത്തരം പ്രഭു. പ്രഭു കരിയാറ്റ് പിതാവിനോട് രഹസ്യമായി നൽകിയ പ്രധാന ഉപദേശം എന്തായിരുന്നു? മലങ്കരയിൽ എത്തിയ ഉടനെ മെത്രാൻ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പിൻഗാമിയെ നിശ്ചയിക്കുക. കരിയാറ്റ് പിതാവ് രാജ്ഞിക്ക് നൽകിയ 4 അപേക്ഷകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏതാണ്? മാർത്തോമ മെത്രാനെ സഭയിൽ സ്വീകരിക്കുക. കരിയാറ്റ് പിതാവിൻ്റെ യാത്ര 2.5 വർഷത്തോളം വൈകിപ്പിച്ചതു ആരാണ്? എന്തുകൊണ്ട്? ഇന്ത്യൻ കാര്യവിചാരക്കാരൻ മർത്തീഞ്ഞു ദേമെൽ പ്രഭുവായിട്ടുള്ള പിതാവിൻ്റെ അടുപ്പത്തിലുള്ള അസൂയ കാരണമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. മലങ്കരയിൽ നിന്നും കരിയാറ്റ് പിതാവിന് കത്തുകൾ അയച്ചിരുന്ന വ്യക്തി ആര്? കാഞ്ഞിരപ്പള്ളിക്കാരൻ ചാണ്ടിക്കത്തനാർ.